ഹലാലായ മുറാദ് ഹാസിലാവാൻ വേണ്ടി 500 രൂപ അല്ലാഹു കബൂലാക്കി തരും. അസ്വൻ ഷിഫയാവാൻ ഒരു സഹോദരി 500 രൂപ, ഹലാലായ മുറാദ് ഹാസിലാവാൻ 501 രൂപ, ശരീരത്തിലെ വേദന മാറാൻ 200 രൂപ, മാതാപിതാക്കളുടെ പ്രലോഭനത്തിന് വേണ്ടി ദുആ ചെയ്യാനും ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ, മക്കൾ പുറം ദർശനത്തിലേക്ക് ഭക്ഷണം, അസ്വൻ ഷിഫയാവാൻ 500 രൂപ, മാതാവിന്റെ പ്രലോഭനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ചാക്ക് അരി. ഇന്ന് ശഅബാൻ 1, റജബ്, ശഅബാൻ, റമളാൻ, ഈ 3 മാസങ്ങൾ 3 സ്വാദിന്റെ മാസങ്ങൾ. 3 സ്വാദാണ്. റജബ് ആ മാസത്തിലാണ് സ്വലാത്ത് 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കുന്നത്. ശഅബാൻ അതിലാണ് പുണ്യ നബിയുടെ മേലുള്ള സ്വലാത്ത്. അത് ശക്തമായ സുന്നത്താണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിശുദ്ധമായിട്ടുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ശഅബാനിലാണ്. റമളാൻ അതാണ് സിയാമിന്റെ സ്വാദ്. അങ്ങനെ 2 സ്വലാത്തിന്റെയും ഒരു സിയാമിന്റെയും 3 സ്വാദ് ഈ 3 മാസങ്ങളിലായി ഒരുമിച്ച് പോകുകയാണ്. ഈ 3 സ്വാദ് കൊണ്ട് നടത്തുന്ന അമലാണെങ്കിലോ ഖൽബിന്റെ വസന്ത നിർമ്മാണത്തിനും തസ്കീയത്തിന്റെ ശില്പശാലയ്ക്കും വേണ്ടി അല്ലാഹു പ്രത്യേകമായി തേടിയ സ്വാദമാണ്. നിസ്കാരമാകട്ടെ ദിക്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി അല്ലാഹു നടത്തിയിട്ടുള്ള ഒരു സംവിധാനവും അവന്റെ നിയമവും. ശഅബാനിലുള്ള മുത്തനബിയുടെ മേലുള്ള സ്വലാത്തോ അത് ഹബീബ നബിയുമായി അല്ല അറിയ നബി ദിക്റില്ല മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തുകൾ കൊണ്ടാണ് തത്മയിന്നും ഖുലൂബ് ഹൃദയത്തിന്റെ സമാധാനം. അതും ഹൃദയത്തിനെ മുത്മഇന്ന എന്ന പോസ്റ്റിലേക്ക് ഉയർത്താനുള്ള വലിയ ആഗ്രഹം. റമളാനിന്റെ സിയാം അതിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു കാണിച്ചത് ലഅല്ലകും തത്തഖൂൻ എന്നതാണ്. തഖ്വയാണെങ്കിലോ അത്തഖവ ഹാഹുന എന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന 3 മാസങ്ങൾ 3 സ്വാദിന്റെ മാസങ്ങളാണ്. ആ 3 സ്വാദിന്റെ നേട്ടവും മനുഷ്യന്റെ ഹൃദയമാണ്. മനുഷ്യന്റെ ഹൃദയത്തിനാണ് നിർമ്മാണ പ്രവർത്തനം വേണ്ടത്. അവിടെയാണ് മുത്തും പവിഴമുള്ളത്. അവിടെയാണ് ഈമാൻ. ഈമാനിന്റെ കേന്ദ്രം ഹൃദയമാണ്. ഇസ്ലാമിന്റെ കേന്ദ്രം കൈകാലുകളാണ്. ഈമാനിന്റെ കേന്ദ്രം ഹൃദയമാണ്. ഈമാനിന്റെ ഡെഫിനിഷൻ തന്നെ അത്തസ്ദീഖു ബിമാ ഉലിമ മജീഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽദറൂറ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട അസന്നിഗ്ധമായി പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങളെ ഒരശേഷം സംശയത്തിന് വഴിയില്ലാതെ ഹൃദയം കൊണ്ട് തൊണ്ട തൊടാതെ വിഴുങ്ങി അരക്കിൽ തുറപ്പിച്ച് വിശ്വാസിക്കുന്ന ആ പ്രതിഭാസം, ആ ഭ്രമം, ആ ഭ്രാന്ത്, ആ അഭിനിവേശം, അഭിവാഞ്ച, ആ ഉത്കടമായിട്ടുള്ള അത്യാർത്ഥി എന്തോ അതാണ് ഈമാൻ. അതിന്റെ കേന്ദ്രം ഹൃദയമാണെന്ന് പരിശുദ്ധ റസൂൽ. അപ്പോൾ ഈ 3 മാസങ്ങൾ 3 സ്വാദ തേടുന്ന അമൂല്യമായ ശക്തിവിശേഷത്തെ മനുഷ്യന് സ്വായത്തമാക്കാൻ വേണ്ടി അല്ലാഹു അടുപ്പിച്ചു വെച്ച 3 മാസങ്ങളാണ്. അതിൽ റജബ് നമ്മളോട് വിട പറഞ്ഞു. ശഅബാനിന്റെ ആരംഭ ദിവസവും ആദ്യത്തെ വെള്ളിയാഴ്ചയുമാണ് നമ്മൾ ഏൽപ്പിച്ചു പോയത്. ഈ മാസമാകട്ടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി അല്ലാഹു തേടിയ ഏത് ചെറിയ കുട്ടിക്കും ഏത് കിനാവിൽ പോലും ചോദിച്ചാൽ വളരെ സ്ഫുടമായി പറയാൻ കഴിയുന്ന ഒരു ആയത്ത് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കഴിഞ്ഞ ഒരു മാസവും നമ്മുടെ ചർച്ച സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്ന ആയത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇൻഷാ അല്ലാഹ് ഈ ശഅബാനിൽ ഈ ആയത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും എന്റെ ചർച്ച. ആയുസ്സുണ്ടെങ്കിൽ അവസരമുണ്ടെങ്കിൽ ഖലാ അനുവദിച്ചാൽ റമളാനിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുസ് സിയാമു എന്ന ആയത്തിന്റെ പിറകിൽ നമുക്ക് സഞ്ചരിക്കണം.
ആയത്തിന്റെ അർത്ഥം വെക്കുകയില്ല. അതിന്റെ അക്ഷരങ്ങൾ തേടുന്ന പ്രപഞ്ചത്തെ ഒന്ന് മണക്കാൻ, അതിന്റെ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന വിസ്മയങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ, അതിന്റെ അക്ഷരങ്ങൾ പ്രകാശിപ്പിക്കുന്ന രശ്മികളെ പ്രസരണത്തിന്, ആ രശ്മികൾ പ്രസരിപ്പിക്കുന്ന ആശയമൂല്യങ്ങളെ ഹൃദയം കൊണ്ടുകൊണ്ട് പറയാൻ ലോകത്തെല്ലാവരും ഞാൻ ഹക്കിന്റെ ആളാന്ന് പറയുന്നതാണ്, ഞാൻ ബാത്തിലിന്റെ ആളാണെന്ന് ലോകത്ത് ആരും പറയും. ഏത് ബാത്തിൽ വാദിക്കുന്ന ആളും പറയും ഞാൻ ഹക്കിന്റെ ആളാണ്. അങ്ങനെയാണല്ലോ. എന്റെ അടുത്തുള്ളത് ശരിയല്ല, നിങ്ങൾ ബാക്കിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കിട്ടുമോ? ഏത് ബാത്തിൽ വിദണ്ഡവാദങ്ങൾ പേറി ഛർദ്ദിക്കുന്നവനും പറയും ഇത് വിദണ്ഡവാദമല്ല, ഇത് സത്യസന്ധമായ ന്യായമാണ്. പക്ഷേ മഹാന്മാരായ ആരിഫ്യങ്ങൾ ആരെടുത്താണ് ഹക്കുള്ളത്, ആരെടുത്താണ് ബാത്തിൽ എന്നതിനൊരു തിരിച്ചറിയൽ കാർഡ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഏതാണെന്നത് ആരാണ് കൂടുതൽ സലാത്തുള്ളത് പോലെ ഹക്കിന്റെ ആൾക്കാരാണ്. ആരെയാണ് സലാത്തിന് മാറുന്നത്? അവർ ബാത്തിൽ ആളുകളാണ്. അങ്ങനെ മഹാന്മാരായ ഇമാമികൾ പഠിപ്പിച്ചൊരു പാഠമാണ്. അത് ഈ മാസം ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ എഴുന്നേറ്റുന്നത് വട്ടപൂജ്യമാണ്. അലാമത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്ത് വൽ ജമാഅ അതാണ് ഹക്കിന്റെ പാർട്ടി. മറ്റുള്ളവർ ഏത് ആയത്ത് ഹദീസ് ഓതിയാലും ബാത്തിലിന്റെ പാർട്ടിയാണ്. കാരണം ആയത്ത് ഹദീസിനെ ഒരൊറ്റ വിഭാഗത്തിന്റെ കയ്യിലും കമ്മില്ല. ആയത്ത് ഹദീസ് പഞ്ഞുള്ള ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. ക്രിസ്ത്യാനികൾ വരെ അവരെ മതമാണ് ശരിയെന്നതിന് ആയത്ത് ഹദീസ് ഉദ്ധരിക്കുന്ന കാലമാണ്. പക്ഷെ അവിടെ ഇമാമികൾ പഠിപ്പിക്കുക ആയത്ത് ഹദീസ് ഉദ്ധരിക്കട്ടെ ഉദ്ധരിക്കാതിരിക്കട്ടെ, ഒരാൾ ഹക്കിന്റെ ആളാണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഒന്ന് അവൻ മുത്തനബിയുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നുണ്ടോ. അത് ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂടിയിട്ട് കേവലമായ ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള ചേർത്തക്ക് സ്വലാത്തിന്റെ സമ്മേളനം എന്ന് പേരിട്ടുകൊണ്ട് നടത്തുന്ന യാന്ത്രികമായ കൃത്രിമമായ മഹബത്തിന്റെ മേൽവിലാസങ്ങളിൽ ഉപജീവനം കണ്ടെത്തുന്നവരെ കുറിച്ചല്ല, മറിച്ച് ആളുകളുണ്ടോ ഇല്ലേ, സ്വതസ്സാണോ അല്ലേ, രാത്രിയാണോ പകലാണോ, ഒറ്റക്കാണോ കൂട്ടത്തിലാണോ, കൽബിൽ നിന്ന് മദീന റൗളയിലേക്ക് മഹബത്തിന്റെ സ്വർണ്ണപോലുകൊണ്ട് സ്വലാത്തിന്റെ ചരട് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് ആരോ അവന്റെ കയ്യിലാണ് ഹക്ക് എന്ന് മഹാന്മാരായ ഇമാമികൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയട്ടെ, മൻ സല്ല അലൈഹി വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്റ, മൻ സല്ല അലൈഹി അശ്റ സല്ലല്ലാഹു അലൈഹി മിആ, മൻ സല്ല അലൈഹി മിആ യതബല്ലാഹു മിൻ ഐനൈഹി ബറാഅതൻ മിനൻ നിഫാഖ് വ ബറാഅതൻ മിനൻ നാർ വഅസ്വറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മൻ സല്ല അലൈഹി വാഹിദ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി അശ്റ, അവന്റെ മേൽ അല്ലാഹു 10 ഗുണം ഉറപ്പാണ്. അത് ചൊല്ലിക്കഴിഞ്ഞോ രേഖപ്പെടുത്തി കഴിഞ്ഞോ എന്ന് പരിശുദ്ധ റസൂൽ. സമാനമായ വൈവിധ്യ റിപ്പോർട്ടുകളുടെ പ്രവാഹം തന്നെ ഹദീസിന്റെ ബന്ധങ്ങളിൽ സുലഭമാണ്. ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. എന്നാൽ ഒമൻ സല്ല അലൈഹി അശ്റ, ആരെങ്കിലും എൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയ സല്ലല്ലാഹു അലൈഹി മിആ, അവന്റെ മേൽ അല്ലാഹു 10 ഗുണം ആ സ്പോട്ടിൽ എഴുതി കഴിഞ്ഞോ എന്ന് പരിശുദ്ധ റസൂൽ. നീ കേട്ടോളൂ, മൻ സല്ല അലൈഹി മിആ. ഇന്ന് ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരോട് എല്ലാവരോടും എനിക്ക് എന്നോട് പറയാനുള്ളത്, ഈ ഒരു വാചകത്തിന്റെ പൊരുൾ ജീവിതത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ നീ 84-ാമത്തെ വയസ്സിൽ മരിച്ചാലും നിന്റെ ജീവിതം സൗഭാഗ്യത്തിലായി അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൻ സല്ല അലൈഹി മിആ, ആരെങ്കിലും എന്റെ മേൽ 100 സ്വലാത്ത് ചൊല്ലിയാൽ
പിന്നെ റസൂലുള്ള ഭാഷകൾ മാറ്റിയാണ്, പിന്നെ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. 1000 പോലെ എത്തില്ല. അതാണ് സ്വലാത്ത് മുഹമ്മദ് നബി. ഇതിനൊന്നും മാന്യം, ഇതിന്റെ ചാതുര്യം, ഇതിന്റെ ഒന്നും മാധുര്യം, ഇതിന്റെ ഒന്നും വെളിച്ചവും, ഇതിന്റെ ഒന്നും തെളിച്ചവും, ഇതിന്റെ ഒന്നും രുചിയും, ഇതിന്റെ ഒന്നും അഭിരുചിയും ജീവിതത്തിൽ കണ്ടെത്താത്തവനും അവന്റെ വീട്ടുവളപ്പിലുള്ള ഉണക്കൽ മരവും ഒരുപോലെയാണ്. മരം അടുപ്പിലേക്കിടും, അവനെ നാളെ നരകാവുന്ന അടുപ്പിലേക്കിടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. തടിമണ്ണുണ്ടാക്കില്ല. ഇതിന്റെ ഒന്നും മാനം മനസ്സിലാകാതെ ജീവിതം കബർ വരെ അങ്ങനെ വലിച്ചുകൊണ്ടായാൽ ജീവിതം എനിക്ക് കബറിനടി പോയാൽ ഭാരമാണ്. മണ്ണിന്റെ മുകളിൽ മുത്തനബിയെ പരിചയപ്പെടാത്ത എനിക്ക് മണ്ണിന്റെ അടിയിൽ ദുരന്തപൂർണമായ ജീവിതമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആരെങ്കിലും എന്റെ മേൽ ഒരു 100 സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ 2 കണ്ണിന്റെ ഇടയിലായി റബ്ബ് തആല രേഖപ്പെടുത്തുന്നതാണ് ബറാഅത്തൻ മിനൻ നിഫാഖ്. ഇവൻ കപടനല്ല, ദാമ്പത്യ മേഖലയിൽ ഇവൻ മുക്തനാണ്. സ്വഹാബാക്കൾ പോലും പേടിച്ചതാണ് നിഫാഖ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ അറിയപ്പെട്ട ഒരു ചരിത്രമില്ലേ ഹംദലായെ കുറിച്ച്. എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പുരയിടത്തിലെ മണ്ണിന്റെ വിദ്യ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലിരിക്കുമ്പോ ഉള്ളതായ തഖ്വയും മനസാന്നിധ്യവും മക്കളുടെ ഇടയിലേക്ക് കയറി വന്നാൽ ഇത് കിട്ടുന്നില്ലല്ലോ എന്ന ഖേദമോർത്തുകൊണ്ട് അമ്മല കബറന എന്ന് പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വീട്ടിന്റെ മണ്ണിന്റെ വിദ്യ പിടിച്ചുകൊണ്ട് മക്കളെ നോക്കി പാവപ്പെട്ടിമുണ്ടോ എന്ന ആശങ്കയില് താപമുള്ള കല്ലോടുകൂടി ചൂടുള്ള മനസ്സോടുകൂടി ഉരുകിയ കല്ലോടുകൂടി കരണില്ലേ അപ്പോഴല്ലേ അതിനോട് റഹ്മത്ത് മാറി വിളിച്ചുകൊണ്ട് പറഞ്ഞത് നിന്റെ കൽവിൽ കാപ്പറ്റ്യമില്ല എന്ന് മുത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ അൽ ഫാറൂഖ് കാപ്പറ്റ്യം പേടിച്ച് കരഞ്ഞില്ലേ? സുദീഖുൽ അക്ബർ നിഫാഖുണ്ടോ എന്ന് സംശയിച്ച് കരഞ്ഞില്ലേ? അത് നിഫാഖുണ്ടായത് കൊണ്ടല്ല, അത് അവരുടെ ജീവിതത്തിന്റെ ആ ആത്മീയമായ ദർജയുടെ ആഴവും പരപ്പവുമാണ് അത് അറിയിക്കുന്നത്. അവരുടെ നിഫാഖിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനുള്ള ഒരേ കാരണം അവർ പള്ളിയിൽ വന്ന് ഇത്തിഖാഫിരുന്നത് കൊണ്ട് മാത്രമല്ല. ഒരു പള്ളിയിൽ വന്നിട്ട് ഇത്തിഖാഫിരുന്നതുകൊണ്ടല്ല. അങ്ങനെ ഇത്തിഖാഫിരിക്കുന്ന ഒരു മനുഷ്യണ്ടായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂൽ. പള്ളിയിലെ സഹാബാക്കൾ വരുന്നതിന്റെ മുമ്പത്തിനാണ്. ഇമാമിന്റെ 1ാം സഫിൽ വലതുഭാഗത്ത് ഇങ്ങനെ തലയെക്കെട്ട് കെട്ടിയിട്ട് നിന്നീനാണ്. എന്നിട്ട് റസൂലുള്ളാഹി നിസ്കരിക്കാൻ വേദാപിക്കാൻ ഇയാൾ പറയും, ഇമാം വരുന്നതിന്റെ സ്റ്റഡി ആയിക്കോളെന്ന് പറയും. അങ്ങനത്തെ ആളാണ്. മൂപ്പര് നരകത്ത് പോയിട്ടേ അബൂജഹൽ പോവുള്ളൂ. മൂപ്പര് നരകത്ത് പോയിട്ടേ ഇബ്ലീസ് പോകും. നരകത്തിന്റെ അടിയിൽ ഈ തലപ്പാവ് അറിയാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ കൽബിന്റെ ഉള്ളിൽ മുഹമ്മദ് മുസ്തഫ അദ്ദേഹത്തിന്റെ മോനായിരുന്നു, റസൂലുള്ളാഹിന്റെ അടുത്ത ആളായിരുന്നു. അല്ലോ അവരൊക്കെ ഒരു സ്നേഹം നോക്കിങ്ങള്. ആ മഹാനായ മോനിങ്ങനെ കേൾക്കുകയാണ്. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ വാപ്പാനെ തലെടുത്ത് വരാൻ വേണ്ടി പള്ളിയിൽ നിന്ന് പറഞ്ഞതായിട്ട് കേൾക്കുകയാണ്. പറഞ്ഞിട്ടില്ല, റസൂലുള്ളാഹി പറയില്ല. പക്ഷെ മോനിങ്ങനെ കേട്ടു. ഇയാളെ വാപ്പാനെ തലെടുക്കാൻ വേണ്ടി മുഹമ്മദ് നബി പറഞ്ഞിരുന്നല്ലോ. ആളുകൾ പിന്നെ അങ്ങനെ പരത്തലല്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മല്ലിയും മസാലയും മുളകും അടിയിൽ കൂടി തീ കൊടുത്തിട്ട് ഇവരെ അങ്ങോട്ട് അങ്ങാടി ഇരുന്നിട്ട് വീർപ്പിക്കലല്ലോ. അന്ന് ഫിത്തനല്ല, ഇന്ന് ദാവത്താണ്. പക്ഷെ അത് കുറച്ച് ചിറക് വെച്ചിട്ടാണ് പറത്തിക്കണം. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇല്ല. പക്ഷെ ഈ മോൻ കേട്ടു, വാപ്പന്റെ തലെടുക്കാൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ടല്ലോ. അതില് മോൻ എന്ത് ചെയ്ത് ഇത് കേട്ടേക്ക് റസൂലിന്റെ ബോഡി വന്നു. അസ്സലാമു അലൈക്കും നബി, നിങ്ങൾ എന്റെ വാപ്പാന്റെ തല ചോദിച്ചിരുന്നു. ആ മോന്റെ ഒരു ചോദ്യം നോക്കണേ, നിങ്ങൾ എന്റെ വാപ്പാന്റെ തല ചോദിച്ചിരുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, അല്ല ചോദിച്ചപ്പോ എന്താ എന്റെ അഭിപ്രായം എന്താ? ഇപ്പൊ എന്തിനു വന്നാണ് ആരെന്ന് അറിയണ്ടല്ലോ. ഈ വരവൊക്കെ എന്തിനാണ് ആരെന്ന് അറിയേണ്ടത്? ഞാൻ എന്റെ വാപ്പാന്റെ തല ചോദിച്ചിരുന്ന കൂട്ട എനിക്ക് വേണമെന്ന് പറയുന്നുട്ടാ. ഇനിയിപ്പോ വന്നത് തിരുത്താനാണ്
തിരുത്താനാണോ, തിരുത്താനാണോ, അത് ചോദിച്ചതിലുള്ള അമർഷം പറയാനാണോ, അതിന്റെ കാരണത്താൽ എന്നെ വിമർശിക്കാനാണോ, വാപ്പന്റെ തല ചോദിച്ച നിങ്ങളെ വേക്കൽ ഞാൻ ഇല്ലാന്ന് പറയാനാണോ? എന്തിനപ്പോ വന്നത്? നീ നിനക്ക് പറയാനുണ്ട് പറയും, ഇപ്പൊ ഞാനെന്ന് പറയാം. പടച്ചോന്റെ നബിയെ, നിങ്ങൾ എന്റെ വാപ്പന്റെ തല വെച്ചാൽ ഞാൻ നിങ്ങളെ ഒഴിഞ്ഞു പോകും. കാരണം എനിക്ക് എന്റെ വാപ്പാനേക്കാൾ എന്നേക്കാൾ വലുത് നിങ്ങളത്. പിന്നെ വാപ്പന്റെ തല വെച്ചാൽ ഞാൻ എങ്ങനെ നിങ്ങളെ വേക്കൽ പോവാ? ഞാൻ ഇപ്പൊ വന്നതിനല്ല, നിങ്ങളെങ്ങാനും നിന്റെ വാപ്പന്റെ തല വേണമെന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തിന് മുമ്പ് തലവിടത്തുന്ന ഉറപ്പാണ്. പക്ഷെ അത് എടുക്കല് ഞാനാവില്ല. നിങ്ങൾ ചോദിച്ചു എന്ന നിലയിൽ ചിലപ്പോ ഉമർ ഖത്താബായിരിക്കും എടുക്കല്, അല്ലെങ്കിൽ അലിയാരായിരിക്കും, അല്ലെങ്കിൽ ഉസ്മാനായിരിക്കും, അല്ലെങ്കിൽ സഹാബാക്കളിൽ നിന്ന് വേറെ ആരെങ്കിലും എടുത്തോട് കൊണ്ടുവന്ന് ഉറപ്പാണ്. അപ്പൊ ഞങ്ങൾ പ്രശ്നമാവും. ചിലപ്പോ എന്റെ വാപ്പന്റെ തല എടുക്കാൻ നിങ്ങൾ ആരാ എന്നൊരു പ്രതിഷേധം എനിക്കുണ്ടാവും. അത് ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പ്രശ്നത്തിന് കാരണമാവും. പക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കണമെന്ന് ഉറപ്പാണെങ്കിൽ അത് വൈകുന്നേരം ആവണ്ട, ഒരു 10 മിനിറ്റോട് ഞാൻ ഇവിടെ എത്തിച്ചേരാം. എന്നോട് പിന്നെ തലെടുത്തത് എന്റെ ആരും ചോദിക്കൂലല്ലോ. അതിനാണ് ഞാൻ ചോദിച്ചത്, തല വേണോ വേണ്ടേ രണ്ടാമത് പറയുന്നത്. എന്താണ് അവരുടെ മനസ്സ്? അവരാണ് ഞങ്ങളെ പറയുന്ന പ്രസംഗത്തിന്റെ അലങ്കാരമാവും, ഓരോ പറയുന്ന മജ്ജയിൽ നിന്ന് മാംസത്തിൽ നിന്ന് എടുക്കുന്ന വാക്കുകളാണ്. വാപ്പന്റെ തല വേണോ വേണ്ടേ അങ്ങനെ പറയും. അവന് വിശ്വാസം പറഞ്ഞു, അബ്ദുള്ള, ഞാന് മകനോട് വാപ്പന്റെ തല എടുത്ത് വരാൻ പറയാൻ വേണ്ടി വന്ന ആളല്ല. എനിക്ക് പണിയില്ല. അങ്ങനല്ലേ? വാപ്പനെ തട്ടിയിട്ടാണ് വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഞാനത് പറയില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ പറയാൻ വേണ്ടി വന്ന ആളല്ല. ഒരു മോനോട് വാപ്പന്റെ തല എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, ഞാൻ പറയില്ല, ഞാനേ പറയില്ല അബ്ദുള്ള, ഞാനത് പറഞ്ഞിട്ടില്ല, അതിന്റെ വാപ്പയാണ്. അപ്പോ മഹാനായി മോൻ ചോദിച്ചു, എന്നാ നബിയെ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യാം, അതെ നിങ്ങൾ കുറച്ച് വായിൽ വെള്ളം കുപ്പിച്ചിട്ട് പുൽക്കുഞ്ഞിട്ട്, എന്തെങ്കിലും പറയാം, പുൽക്കുഞ്ഞിട്ട് എന്ന് പറയില്ല. എന്താ ഇവിടെ എന്താ പറയാ? അങ്ങനെ ഇവിടുത്തെ എല്ലാം കൂടി എനിക്കറിയില്ല. 10-12 കൊല്ലമാണെങ്കിലും കുറച്ചും കൂടി അറിയാൻ ബാക്കിയുണ്ട്. മുഴുവൻ അറിയണമെങ്കിൽ നമ്മൾ പോയിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എല്ലാം കൂടി നമ്മൾ ബുദ്ധിമുട്ടാവും ചെയ്യും. അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ അറിയാത്ത കുറച്ച് വാക്കുണ്ട്. അപ്പൊ പുൽക്കുഞ്ഞിനെ ഞാൻ അവിടെ പറയാം അല്ലേ? അല്ലേ? അപ്പൊ നിങ്ങൾ പുൽക്കുഞ്ഞു കൊണ്ട് കുറച്ച് വെള്ളം കണ്ടിരുന്നത്. അപ്പൊ അതെന്തിനാക്കുള്ള അതിന്റെ വാപ്പ കൊണ്ടേ കൊടുക്കാൻ എന്താണ് അവരുടെ മനസ്സിൽ, എന്താണ് അവരുടെ മനസ്സിൽ? മുഹമ്മദ് മുസ്തഫ എന്റെ വാപ്പ കൊണ്ട് കൊടുക്കാനാണ്. എന്തിനാ ഞാൻ കുളിക്കുഞ്ഞുള്ള എന്റെ വാപ്പാക്ക്? എന്റെ വാപ്പാക്ക് എപ്പോഴും പറയും നിങ്ങളെ തെറി പറയാം. അത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പള്ളിയിൽ വന്ന ആൾക്കാർ, പള്ളിയിൽ നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ ചീത്തറിലൊക്കെ ഇന്ന് തുടങ്ങിയൊന്നല്ലാതെ അന്നെ പഠിച്ചു. നിങ്ങളെ കണ്ണ് വെട്ടിയാൽ പിന്നെയുള്ള ആൾക്കാരോട് നിങ്ങളെ തെറി പറയാനാണ് വാപ്പക്ക് പണി. എന്നോട് ചിലപ്പം തെറിയാണ്, എല്ലാവരും ബാക്ക് പോകുന്നു വെച്ച് എന്നോട് തെറി. അവൻ നബിയെ ഈ വെള്ളം കുറച്ചാണ് ചെന്നാൽ മൂപ്പര സോക്കട് മാറുന്ന എനിക്കറിയാം. കാരണം നിങ്ങളെ ഉമ്മനീര് തട്ടിയ വെള്ളം അയാളെ സോക്കട് മാറ്റുന്ന എനിക്കറിയാം. അത് കുറച്ച് ഉമ്മനീരുണ്ട്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വെള്ളം വന്നിക്കാൻ പറ്റില്ല. അഥവാ ഞാൻ മന്ത്രിച്ചു പോകുമ്പോൾ കുറച്ച് ഉമ്മനീര് നാവുമ്പോൾ നെറ്റിയാൽ നിങ്ങളും നിങ്ങളെ ഭാര്യ കുടിക്കുന്നതില്ല. പൊരയിലാകും നേരെ തെങ്ങുന്നട കൊണ്ടുപോയി. എന്നിട്ട് ഇനിയിപ്പോൾ ആ വേര് കേടുവരുന്നതായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത്. അത് നമ്മളൊരു അവസ്ഥയാണ്. പക്ഷേ ഇത് സഹാബാക്കൾക്കറിയാം ഈ ഉമ്മനീര് എന്ത് ഉമ്മനീരാണ്. അതുകൊണ്ട് ഒരു പറയാം, നിങ്ങൾ ഉമ്മനീര് കലർന്ന കുറച്ച് വെള്ളം എന്റെ വാപ്പാനെ കുറിച്ചാണ്. അതിന് തീരാത്ത പ്രശ്നമുള്ള വാപ്പക്ക് അതുകൊണ്ട് കുറച്ച് വെള്ളം തരിക. അപ്പനെ വിശ്വസം കുറച്ച് വെള്ളം വായിച്ച് കുപ്പിളിച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് അബ്ദുള്ള കൊടുത്തു. ഉപരി നേരെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സല്ലല്ലാഹു വാപ്പനിട്ട് മുനാഫിഖിന്റെ നേതാവാണ്. ഇത് നമ്മൾ കുടിച്ചാലും ഇത് കുടിച്ചാൽ അപ്പൊ വാപ്പ വെച്ചിട്ട് എന്താണ് ഇത് മുഹമ്മദ് നബി വായിലിട്ട് കുപ്പിളിച്ച വെള്ളമാണ്, വേണം കുടിച്ചാലും. അപ്പൊ ഈ പഹയൻ പറഞ്ഞല്ലോ അതിനേക്കാളും നല്ല എൻ്റെ ഉമ്മാന്റെ മൂത്രം. പള്ളിയിൽ നമസ്കരിക്കുന്ന ആളാണ്. ചില വാക്കുകളുണ്ട് വലിയ വെടിമരുന്നിനേക്കാളും നന്മകൾ മൊത്തം എല്ലാം കരിണ വാക്കായിരുന്നു. അങ്ങാടിയിലൊക്കെ ഇരുന്നതിന് പിന്നെ വേറുമ്പോ ചിന്തിക്കണം, എടുത്തതൊക്കെ ബാത്തിലാവുന്നില്ല. ചില വാക്കുകളൊക്കെ അത് അവനും അവന്റെ കുടുംബത്തിനൊന്നും ഒരു നേട്ടാവുന്നുണ്ടാവും, ഷർറല്ലാതെ ഒന്നും ഉണ്ടാവും. അവന്റെ തന്റെ മോളേന്ന് തൗബ ചെയ്ത് മടങ്ങാതെ ഇറങ്ങി പോകില്ല. അങ്ങനത്തെ ചില വാക്കുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചു. ഈർച്ചവാള് പോലെ തലക്കിങ്ങനെ തൂങ്ങുന്ന ചില വാക്കുണ്ട്. ആഖിറത്തിലെത്തിയ ആ വാക്കുകൾ അവരെ വരിഞ്ഞെത്തിരി ജഹന്നം കൊണ്ടുപോകും ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തിരിച്ചു. അങ്ങനെ ചില വാക്കുകളുണ്ട്. ആളെ കാണുമ്പോ ബെഡായി വിട്ട സമയത്ത് വാക്കുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ഈ ആളുകൾ കേട്ട് നിന്നെ കൈയടിച്ചുകൊണ്ട് നിനക്ക് ആഘോഷം പറഞ്ഞ സന്തോഷം പറയുന്ന ഈ ആളുകളൊക്കെ നാളെ നിന്റെ എതിരായി നിന്നുകൊണ്ട് ജഹന്നമിലേക്ക് വലിച്ചുകൊണ്ട് പോകും. ആ വാക്കിന്റെ സൈഡത്തിന്റെ ബുദ്ധിമുട്ട് ചിന്തിച്ചുകൊണ്ട് ഖേദിച്ച് തല ഒടിഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തിരിച്ചിട്ടുണ്ടായി. ഇതിനേക്കാൾ നല്ലത് നിന്റെ ഉമ്മന്റെ മൂത്രാണ് എന്ന് പറയും. ഈ മനുഷ്യൻ നിസ്കാരത്തിലെ വേക്കലിനാണ്. അപ്പൊ അതുകൊണ്ട് കേവലമായ പള്ളിയിൽ വന്നിട്ട് ടവലിന്റെ ഇറങ്ങിപ്പോകുന്നതൊന്നും ആള് മുഴുവനാവില്ല. മറിച്ച്
മജ്‌ലിസിനോട് മദ്രസ കഴിച്ച് നടക്കുന്നുണ്ട്. 4-ാം തീയതി എൻ്റെ പരിപാടി നേരത്തെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി റമദാനൊന്നും ഇനിയിപ്പോൾ വരികയാണ്, ഇനിയിപ്പോൾ അടുത്തൊന്നും പങ്കെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് 4-ാം തീയതി അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞാനുണ്ടാവും. ബാക്കി അവിടെ വെച്ച് പറഞ്ഞുതരാം. ഇത് സ്വലാത്തിന്റെ മാസമായതുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രമാണവും പ്രയാണവും പ്രണാമവും പ്രണയവും അത് ഹബീബിന്റെ മേലുള്ള സ്വലാത്ത് ആയതുകൊണ്ട് ഞാൻ ബാക്കി അവിടെ വെച്ചുകൊണ്ട് പറയും. ഒരു ഹദീസും കൂടി പറയാം, കേട്ടോളൂ. എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഹ്യാ ചെയ്താൽ, ഇഹ്യാ ഈസാനബിന്റെ പണിയാണ്. മരിച്ച സ്ഥലത്താണ് ഇഹ്യാ ഉള്ളത്, അല്ലാത്തോടത്ത് ഇസ്ലാമാണ്, അല്ലാത്തോടത്ത് ഇർഷാദാണ്. ഇഹ്യാ മരിച്ച സ്ഥലത്താണ്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? എന്റെ സുന്നത്തുകൾക്ക് തിരോധാനം സംഭവിക്കും, അത് തിരോധാനത്തിലാകും, നഷ്ടപ്പെടും, ചത്തുപോകും എന്ന് പറഞ്ഞാൽ സമൂഹം വലിച്ചെറിയുന്ന ചില സുന്നത്തുകളുണ്ട്. അത് അന്നില്ല, ഇന്നത്. അന്ന് ആരെങ്കിലും ആ സുന്നത്തിനൊന്ന് തീ കൊളുത്തിയിട്ട് കൊണ്ടുവന്ന അവന് അർശിന്റെ നിലയുണ്ട് എന്ന് മുഹമ്മദ് നബി. ഉദാഹരണം, ഒതുക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യും. അത് അടുത്ത കാലം വരെ മലയാളക്കരയിലുണ്ടായിരുന്നു, ഇല്ല. ഇപ്പൊ നോക്കും, പഴയ കാലത്ത് ഏത് പള്ളിയിൽ പോയാലും കുറെ വടികൾ ഉണ്ടാവും, മേലെങ്കിലും കുത്തിച്ചു ഇല്ലേ? അടിയിൽ കുറെ ചകിരിന്റെ ചകിരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പല്ലത്തെക്കുന്ന ബ്രഷ് ഉണ്ടാവും. അടിയിൽ ചെറിയ ബ്രഷ്, മേലെ വലിയ വടി, നടുകൂടി വയസ്സന്മാരെ. എന്താണ് ഈ വടി? ഊരക്ക് ചോര ഇറങ്ങുന്ന ആളുകൾ, നടക്കാൻ കഴിയാത്ത ആളുകൾ, വാങ്ങ് കേട്ട വരിയിൽ ഇരിപ്പില്ലാത്തതുകൊണ്ട് ഫിഖീന്റെ മസല പോലെ ഇരിക്കൂല. രോഗിയാണെങ്കിൽ ജമാഅത്തിനെ പോയിക്കോളുന്നില്ല എന്ന് ആലിമ്യങ്ങൾ ഇടപെടുത്ത ഫിഖീന്റെ മസലുണ്ട്. അതൊന്നും പോലെ ചിന്തിക്കൂല. അയ്യാതെ അസ്സലാന്നാണ് കേൾക്കുമ്പോൾ വേക്കാനോട് കൊണ്ടു. അങ്ങനത്തെ പുസ്തകങ്ങളുണ്ട്. അപ്പൊ നമ്മളിൽ കുറെ ആൾക്കാരോ അങ്ങനെയൊക്കെ കൊണ്ടുള്ള ചരിത്രം പറഞ്ഞ ആൾക്കാരെന്നെ പള്ളിയിൽ കാണില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പള്ളിയിൽ വരണമെന്ന് മറ്റുള്ളവരെ അത് പഠിപ്പിക്കേണ്ട ആളുകളെ പോലും പലരെയും പള്ളിയിൽ ജമാഅത്തിന് കാണില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒക്കെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനിയും ആമീൻ പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി വേണേ അങ്ങനത്തെവരൊക്കെ കൂടെ സംഘടന ഉണ്ടാക്കിയിട്ടെതിരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പള്ളിയിൽ ജനങ്ങളോട് വരണമെന്ന് പറഞ്ഞ ആളുകളെ തന്നെ കാണില്ല. ചായപ്പൊടി എന്നൊരു സാധനം ഉണ്ട്, അത് ചെതല് കളയാനുള്ളതാണ്. ഈ ചെതർമ്മത്തിന് ചായപ്പൊടി എന്താണ്? ആൾക്കാരെ നമ്മളോട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയൊക്കെ വലിയ സംഗതിയാണ് ജമാഅത്തിൽ, അയാൾ വരില്ല, ഇയാൾ വരില്ല എന്ന് പറയും. പക്ഷെ അവരൊന്നും കാണില്ല. അവിടെ നമുക്കാവുമ്പോൾ പറയാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെ അങ്ങനെ ചിന്തിക്കണം. ഇതൊക്കെ സുന്നത്താണ്, മരിച്ചു പോയ സുന്നത്താണ്.
ബ്രഷ് ചെയ്യല്, തലയിൽ എന്തെങ്കിലുമൊക്കെ ഇടല്, ഒക്കെ മരിച്ച ദിവസം പല്ലിലോ പാലിലോ. ഇപ്പൊ ജുമാക്ക് വന്ന ആളുകൾ കൈ കെട്ടി വാച്ച് 10,000, ചെരുപ്പ് 15,000, ഉപ്പായി 20,000, 3 റുപ്യന്റെ ടവലുണ്ടാവുക ഉണ്ടാവില്ല. ചിലപ്പോൾ ടവല് കെട്ടാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്നോട് ഒരു പൊറുതലുണ്ടാവും. അതുകൊണ്ട് നീ പറയാറില്ല. ഇത് അള്ളാഹു ശ്രമിച്ചത്. നല്ലവരെന്തെങ്കിലും അടുത്ത വെള്ളിയാഴ്ച ഒരു കഷ്ണം തലയിൽ ഇട്ടത്, അല്ലാത്തവരോ ജുമാക്ക് വരില്ല, വേറെ പള്ളി നിങ്ങൾ നോക്കോട്ടെ. ഇത് കേട്ടിട്ട് കുറച്ച് ഇമാനോരെന്തെങ്കിലും അങ്ങനെ കണ്ട അള്ളാഹുത്താല മൂപ്പർക്ക് ദീർഘായുസ് കൊടുക്കാൻ എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച അല്ലാത്തവരോ ആ പള്ളിയെ നമ്മളിഞ്ഞായിട്ട് എന്നിട്ട് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പിന്തുണയാണെങ്കിൽ അവിടെ പോലും വിചാരിക്കും. അതുകൊണ്ടൊന്നും ദാവത്ത് ഈ പാവപ്പെട്ട നിർത്തുന്നാക്കിയാലും തോന്നുകയാണെങ്കിൽ കുട്ടികളുടെ സുഖത്തിലാണ്. ഇത് ആളെ നോക്കി പറയാനുള്ളത്, ഇത് ദീന പറയാനുള്ളതാണ്. ഇത് ആളെ നോക്കി പറയാൻ രാഷ്ട്രീയം, ആളെ നോക്കി പറയാൻ രാഷ്ട്രീയം. ഇത് ദീനാണ്, അതാണ് ദീന. ഇത് കുടുംബം ആരും പണക്കാരെ നോക്കി പറയാനുള്ളതല്ല. ഇത് പറയുമ്പോൾ ആളുള്ളവർക്കൊക്കെ സ്വാലികൾ ഉണ്ടാവും. തൊയ്യബോ ഹബീസോണ്ട് തീർത്തിരിക്കും. അല്ലാഹുതആല നമ്മളെ കാത്തിരിച്ചിട്ടുണ്ട്. ചിന്തിക്കണേ. മരിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ സുന്നത്തിന്റെ സജീവതയ്ക്ക് വേണ്ടി ആരെങ്കിലും രംഗപ്രവേശനം ചെയ്താൽ അവരെ അർശിന്റെ നിഴലുണ്ട്. ഇന്ന് ബദറും ഉദൊന്നുമില്ല. അതിന് നമ്മുടെ നാടും പറ്റൂല, ഈ ഏരിയ പറ്റൂല, നിയമം പറ്റൂല. പക്ഷെ ബദറിലും ഉദയിൽ പങ്കെടുത്ത ആൾക്കാരെ കൂലിയാക്കി കിട്ടണം. 2 കാര്യം ചെയ്താൽ മതി. ഒന്ന്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് ആ സുന്നത്തിന്റെ ആളായിട്ടാണ് വന്നത്. എരിയാൻ കൊണ്ട് തുണിക്കാൻ എന്താ പണി? ഏറിയ ആക്കണ്ടിയാണ്. വേറെ പണിയുണ്ടോ? ഏറിയ കഴിഞ്ഞു. ഞെരിയാന് വേണ്ടി തുണി എടുക്കാന് തുണി വലുപ്പം കൂടിയാൽ തുണി മാറ്റാൻ എക്സസൈസ് കാരണം വലുപ്പം കൂടിയാൽ വേണ്ടി വരും. ഒന്നിങ്ങനെ ആക്കേണ്ടി വരും. ആകെ ഒരു 10 സെക്കൻഡിന്റെ പണിയാണ്. പക്ഷെ പണി കുറച്ചാണെങ്കിൽ കൽപ്പുണ്ടാകുന്നത്. അങ്ങനെ ആരെങ്കിലും വന്നാൽ റസൂൽ പറയുന്നത് ഓന് 100 സൂദാക്കളുടെ കൂലിണ്ട് എന്ന് പരിശുദ്ധ റസൂൽ. രണ്ടാമത്തെ ഒരു ഓഫർ കൂടി റസൂലിന്റെ ഹദീസിൽ ഞാൻ പറഞ്ഞു. എന്റെ മേൽ ആരെങ്കിലും ഒരു 100 സ്വലാത്ത് പതിവാക്കിയാൽ 100 സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യനെ അള്ളാഹ് സ്വർഗത്ത് കടത്തുന്നല്ല റസൂൽ പറഞ്ഞതിനെ. അല്ലാഹുതആല അവനോട് സ്വർഗത്ത് കയറാൻ പറഞ്ഞിട്ട് പറയും, ആ ഹംസത്തുൽ കർറാമും ജാഫർ ഇബ്നു അബീ താലിബ് എടുക്കുന്നതിന്റെ നടുവിലേക്ക് പോകുന്നു. അവരാണ് അവര് ദീനിന് വേണ്ടി ശോധാക്കുന്ന ആൾക്കാർ. റസൂലുള്ളാഹിന്റെ മേലിൽ 100 സ്വലാത്ത് പതിവാക്കിയാൽ ഇതൊക്കെ കേട്ടാൽ നടപ്പിലാക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. ഇത് കേട്ടാലല്ല, കേൾക്കുന്നതിന് മുന്നേ ഇത് നടപ്പിലാക്കിയില്ല അതിനെ തർബിയത്ത് ചെയ്യുന്ന മഹാന്മാരെ ശാസ്ത്രമില്ല. പക്ഷെ ഞാൻ പേരെണ്ണി പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരെ നമ്മളെ അല്ലാഹുതആല മുത്തനബിന്റെ ജവാബ് ലഭിച്ചു കൊടുക്കട്ടെ. എന്താ റസൂലുള്ളാഹിന്റെ വാക്ക്? ഇതൊക്കെ എത്ര എളുപ്പം നടപ്പിലാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് നിങ്ങളിൽ ചില ആളുകൾ ചിലപ്പോൾ ദേഷ്യം പിടിക്കാം. എന്താ മൂപ്പര അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് ആർക്കും ദേഷ്യം പിടിക്കില്ലല്ലോ. ഇതിപ്പോ എല്ലാവർക്കും നടപ്പിലാക്കാമല്ലോ. ഒരു 6-7 മിനിറ്റ് ആകും ഒരു 100 സ്വലാത്ത്. അങ്ങനെ ആരെങ്കിലും ദിനം പ്രതി പതിവാക്കിയ അവൻ സ്വർഗത്തിൽ കടക്കുമെന്നല്ല, സ്വർഗത്തിൽ ദീനിന് വേണ്ടി രക്തസാക്ഷികളായ സുബ്ഹാനല്ലാഹ് കാസർഗോഡ് ശത്രുവിമാനത്തിന്റെ മോർച്ചേറിയ അതാ തർക്കത്തിൻ്റെയായി പരലോകം പൗരത്വം സ്വീകരിച്ച റിയാസ് എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ, ഫൈസൽ എന്ന ചെറുപ്പക്കാരനായ സാധാരണക്കാരൻ, യാസർ എന്ന ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരനായ സാധാരണക്കാരൻ, അവരൊക്കെ ശത്രു വിഭാഗത്തിന്റെ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ മോർച്ചേറിയ കത്തികൾക്കിരയായി പരലോക പൗരത്വം സ്വീകരിച്ചവരാണ്. ഇവരൊക്കെ നാളെ സോദാവുള്ള കൂട്ടത്തിൽ ഇരിക്കുമ്പോ അതാ വാലിനിരയായില്ലെങ്കിലോ ഭക്തിയുടെ മോർച്ചാവില്ലെങ്കിലോ ഒത്തിനബിയുടെ മേലിൽ 100 സ്വലാത്ത് പതിവാക്കിയ ഇവരൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ആ മനുഷ്യനെ പടച്ചവൻ സ്വർഗ്ഗത്തിൽ കൊണ്ടെത്തിക്കൊണ്ടതാണ്, ഇരുത്തുന്നതാണ്. സമയം 2 മണി ഒരുപാടായി. ബാക്കി ഇൻഷാ അല്ലാഹ് സ്വലാത്തിനെ കുറിച്ചും റസൂലുള്ളാഹിനെ കുറിച്ചും ഇൻഷാ അല്ലാഹ് നമുക്ക് 4-ാം തീയതി മദ്രസയിൽ വെച്ചുകൊണ്ട് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞങ്ങൾ പറഞ്ഞു കേട്ടതിനെ കബൂലാക്കണേ അല്ലാഹ്. ഈ മാസം സലാത്തിന്റെ മാസമാണ് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു 10 സലാത്ത് ഷഅബാൻ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് പൊന്നാനിയിലെ ഒരു പള്ളിക്ക് അതിൻ്റെ അറ്റകുറ്റപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിരിവ് നേരത്തെ ചോദിച്ചതിന് ചെറിയൊരു പിരിവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. വലിയ പലതുള്ളി പെരുവെള്ളം തന്നെ നമ്മളെല്ലാവരും അംസുലയിൽ അവിടെയിട്ടുണ്ട്. പരമാവധി നല്ല